അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണ് എപ്പോഴും എണ്ണയിലാണ്. നേരത്തെ റഷ്യ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ വെനസ്വലയുടെ വിഭവങ്ങൾ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കൻ കരുനീക്കങ്ങൾ സജീവമാവുകയാണ്. അമേരിക്കയുടെ ലക്ഷ്യം വെറും എണ്ണയല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ അടിച്ചമർത്തുക എന്നതാണ് ലോകം തിരിച്ചറിയുന്നുണ്ട്. ഇത് മറച്ചുവെക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. വെനസ്വലൻ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്കൻ ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് തങ്ങളുടെ കപ്പലുകൾക്ക് അകമ്പടി സേവിക്കാൻ നാവികസേനയോട് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ ഉത്തരവിട്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് വേട്ട എന്ന പേരിൽ നടത്തുന്ന റെയ്ഡുകൾ യഥാർത്ഥത്തിൽ വെനസ്വലൻ എണ്ണ സമ്പത്ത് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ തന്ത്രമാണെന്ന സംശയം ഇതോടെ ശക്തി പ്രാപിക്കുകയാണ്. ഇതിനിടയിലാണ് ട്രംപ് ഭരണകൂടം അമേരിക്കൻ എണ്ണ കമ്പനികളെ വീണ്ടും വെനസ്വലയിൽ എത്തിക്കാൻ രഹസ്യ ചർച്ചകൾ നടത്തുന്നു എന്ന വാർത്ത പുറത്തെത്തുന്നത്. വിദേശ ആധിപത്യത്തെ കെട്ടുകെട്ടിച്ച വെനസ്വലൻ മണ്ണിലേക്ക് വീണ്ടും ചൂഷണത്തിന്റെ പഴയകാലം തിരിച്ചു കൊണ്ടുവരാനാണ് അമേരിക്കയുടെ ശ്രമം. നിക്കോളാസ് മഡൂറോ ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷമുള്ള വെനസ്വലയുടെ അമേരിക്കൻ എണ്ണ ഭീമന്മാർക്ക് വലിയ പങ്കുണ്ടാകുമെന്ന് ട്രംപ് ഭരണകൂടം വിഭാവനം ചെയ്യുന്നത്. മഡൂറോ അധികാരത്തിൽ നിന്നും പുറത്തുപോയാൽ വെനസ്വലയിലേക്ക് മടങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് അമേരിക്കൻ എണ്ണ കമ്പനികളോട് അമേരിക്ക സ്വകാര്യമായി ചോദിച്ചതായാണ് വിവരം. രാഷ്ട്രീയ അസ്ഥിരതയും വെനസ്വലൻ എണ്ണ അടിസ്ഥാന സൗകര്യങ്ങൾ ദേശസാൽക്കരിക്കപ്പെട്ടതും ചൂണ്ടിക്കാട്ടിയാണ് കമ്പനികൾ നിലവിൽ ഇതിനോട് വിമുഖത കാട്ടുന്നത്. എങ്കിലും മഡൂറോയെ വീഴ്ത്തി വിപണി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും അമേരിക്ക പിന്നോട്ടു പോയിട്ടില്ല. അമേരിക്കൻ കമ്പനികൾ വെനസ്വലയിലേക്ക് പ്രവേശിക്കണമെന്ന് ട്രംപ് ആഗ്രഹിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് അവിടെ നടന്നത് എന്താണ് എന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. 1914 എണ്ണ നിക്ഷേപം കണ്ടെത്തിയതു മുതൽ സ്റ്റാൻഡേർഡ് ഓയിൽ, ഗൾഫ് ഓയിൽ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾ വെനസ്വലയിൽ തങ്ങളുടെ കറവ പശുവാക്കി മാറ്റിയിരുന്നു. 1930കളോടെ വെനസ്വലയിലെ എണ്ണ ഉൽപാദനത്തിന്റെ 98% നിയന്ത്രിച്ചിരുന്നത് ഈ വിദേശ കമ്പനികളായിരുന്നു. വെനസ്വലയിൽ നിന്നും ഊറ്റിയെടുക്കുന്ന എണ്ണയുടെ ലാഭം മുഴുവൻ അമേരിക്കയിലേക്ക് പോയി. പ്രാദേശിക വികസനത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വേണ്ടി 1 രൂപ പോലും പുനർനിക്ഷേപം നടത്താൻ ഈ കമ്പനികൾ തയ്യാറായില്ല. എന്നാൽ അമേരിക്കൻ കമ്പനികളുടെ ലാഭക്കൊതിയെ വെനസ്വലൻ ജനതയ്ക്ക് സമ്മാനിച്ചത് വെറും ദുരിതങ്ങൾ മാത്രമായിരുന്നു. വ്യാപകമായ എണ്ണ ഖനനം മൂലം ജലസ്രോതസ്സുകൾ മലിനമായി. ഇതവിടുത്തെ പരമ്പരാഗത കാർഷിക മത്സ്യബന്ധന സമൂഹങ്ങളെ തകർത്തെറിഞ്ഞു. 1920കളിൽ 30കളിലും തദ്ദേശീയ ജനവിഭാഗങ്ങളെ ഇതിനെതിരെ ശക്തമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. തൊഴിലാളികൾക്ക് മാന്യമായ വേതനമോ തൊഴിൽ സുരക്ഷയോ നൽകാൻ കമ്പനികൾ കൂട്ടാക്കിയിരുന്നില്ല. അത് മാത്രമല്ല, സ്വേച്ഛാധിപതിയായ ജുവാൻ വിൽസൺ ഗോമസിന്റെ സഹായത്തോടെ കുറഞ്ഞ നികുതിയിലും വൻ ഭൂമി ഇളവുകളിലും കമ്പനി വെനസ്വലയെ കൊള്ളയടിച്ചു. വിദേശ കമ്പനികളുടെ ഈ പകൽ കൊള്ളയ്ക്ക് അന്ത്യം കുറിച്ചത് വെനസ്വലയുടെ സോഷ്യലിസ്റ്റ് പോരാളികളാണ്. അതായത് ഈ പോരാട്ടങ്ങളും 1976 എണ്ണ ദേശസാൽക്കരണത്തിന് തുടക്കമിട്ടു എങ്കിലും സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസിന്റെ കാലത്താണ് അത് പൂർണ്ണതയിലേക്ക് എത്തിയത്. 2007 മുതൽ 2010 കാലഘട്ടത്തിൽ ഷാവേസ് വിദേശ കമ്പനികളുമായി കരാർ റദ്ദാക്കി. വെനസ്വലൻ വിഭവങ്ങൾ വെനസ്വലക്കാർക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എക്സോൺ മൊബിൻ, കോണോകോഫിലിക്സ് തുടങ്ങിയ ഭീമന്മാരെ രാജ്യം പുറത്താക്കി. നഷ്ടപരിഹാരത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കേസ് ഫയൽ ചെയ്തു എങ്കിലും തങ്ങളുടെ പരമാധികാര അവകാശത്തിൽ നിന്നും പിന്മാറാൻ വെനസ്വല തയ്യാറായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, ഷാവേസ് കൊളുത്തിയ വിപ്ലവത്തിന്റെ കനൽ നെഞ്ചിലേറ്റുന്ന മഡൂറോ ഭരണകൂടം ഇന്നും അമേരിക്കൻ അധിനിവേശത്തിൽ നിന്നും മുട്ടുമടക്കിയിട്ടില്ല. അമേരിക്കൻ കമ്പനികൾക്ക് വെനസ്വലയുടെ എണ്ണ സമ്പത്ത് കൊള്ളയടിക്കാൻ അനുവദിച്ച പഴയ കാലം ഇനി തിരിച്ചു വരില്ലെന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഉപരോധങ്ങളിലൂടെ വെനസ്വലയെ ശ്വാസം മുട്ടിക്കാൻ നോക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെ നാവികസേനയെ ഇറക്കി പ്രതിരോധിക്കുന്നതിലൂടെ തങ്ങളുടെ വിഭവങ്ങൾ സംരക്ഷിക്കാനുള്ള സോഷ്യലിസ്റ്റ് രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്.